നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം ഉർവശി ശാപം. അർജുനൻ തൻ്റെ മുമ്പിൽ പ്രതിഷ്ഠപ്പെട്ട ലോകപാലകന്മാരായ ദേവന്മാരെയൊക്കെ വിധി പോലെ പൂജിച്ചു. അവർ വീണ്ടും അർജുനനെ അനുഗ്രഹിച്ചിട്ട് അന്തർദാനം ചെയ്തു. സവ്യസാചി സന്തുഷ്ടനായി സമാശ്വസിച്ചു എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞത്. അങ്ങനെ ആ അല്പസമയത്തിനുള്ളിൽ ആകാശം പ്രഭാപൂരിതമായി. മേഘം പിളർക്കുന്ന വിധം ശബ്ദമുണ്ടായി. മാതലി തെളിക്കുന്ന ഇന്ദ്രൻ്റെ രഥം അർജുനൻ്റെ മുമ്പാകെ എത്തി. മാതലി തേരിൽ നിന്നിറങ്ങി അർജുനൻ്റെ സമീപം വന്ന് അദ്ദേഹത്തെ വണങ്ങിയിട്ട് പറഞ്ഞു, ദേവന്മാർക്ക് അങ്ങയെ നേരിൽ കാണാനായി അമരാവതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശക്രൻ എന്നെ അയച്ചിരിക്കുകയാണ്. ഭവാൻ തേരിൽ കയറിയാലും. അർജുനൻ പുതുക്കളെ മനസ്സാസ്മരിച്ച് തേരിൽ കയറി. ഉടനെ ആദിത്യപ്രകാശത്തോടും അത്ഭുത പ്രഭാവത്തോടും കൂടി ആ രഥം മേൽപോട്ട് പോയി. അത് സ്വർഗലോകത്തിൽ പല പ്രദേശങ്ങളും കടന്ന് ശക്രന്റെ ആസ്ഥാനമായ അമരാവതിയിൽ ചെന്നു ചേർന്നു. പാർത്ഥൻ തേരിൽ നിന്നിറങ്ങി ദേവേന്ദ്രനെ സമീപമെത്തി. ഇന്ദ്രനെ താണുവണങ്ങി സുരോവരൻ തൻ്റെ പുത്രനെ പിടിച്ച് മടിയിലിരുത്തി നെറുകയിൽ ചുംബിച്ചു. അർജുനൻ രണ്ടാം ഇന്ദ്രനെ പോലെ പ്രശോഭിച്ചു. സംഗീത കുശലന്മാരായ ഗന്ധർവന്മാർ മനോഹരമായി പാടി. ദേവസ്ത്രീകൾ നൃത്തം ചെയ്തു. അർജുനൻ ദേവേന്ദ്രഗ്രഹത്തിൽ തന്നെ താമസം ആരംഭിച്ചു. അവിടെ വെച്ച് വജ്രായുധ പ്രയോഗവും ഇടുത്തി പ്രയോഗവും മറ്റും അവൻ അഭ്യസിച്ചു. കൂടാതെ ഗന്ധർവരാജാവായ ചിത്രസേനനിൽ നിന്ന് ആട്ടം, കൊട്ട്, പാട്ട് തുടങ്ങിയ സുകുമാര കലകളും അഭ്യസിച്ചു. ഉർവശിയുടെ മോഹപാരവശ്യം. ദേവേന്ദ്ര സദത്തിൽ വെച്ച് അപ്സരസ്സുകളിൽ ശ്രേഷ്ഠയായ ഉർവശി അർജുനനെ കാണുകയുണ്ടായി. അർജുനൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി നേരത്തെ തന്നെ കേട്ടറിഞ്ഞിരുന്ന ഉർവശി സർവാംഗ സുന്ദരനും ദൃഢഗാത്രനും പുരുഷകേസരിയുമായ അർജുനനെ നേരിൽ കണ്ടപ്പോൾ അവനിൽ മോഹിതയായി. കാമമോഹിതയായി അർജുനൻ്റെ വാസസ്ഥലത്ത് എത്തി. നേരിയ പൂമ്പട്ടുടുത്ത് കാലിൽ വിളങ്ങുന്ന കിങ്ങിണിയുടെ മധുരനാദത്തോടെ ചെഞ്ചായമണിഞ്ഞ മോഹന പാദങ്ങൾ മന്ദം മന്ദം മുമ്പോട്ട് വെച്ച് അവൾ അർജുനൻ്റെ മുറിയിൽ പ്രവേശിച്ചു. രാത്രി സമയത്ത് ഉർവശി തൻ്റെ മുറിയിൽ വന്നതിൽ പരിഭ്രമം പൂണ്ട പാർത്ഥൻ എഴുന്നേറ്റ് അവളെ അത്യന്തം ആദരവോടെ അഭിവാദ്യം ചെയ്തു. അർജുനൻ പ്രകടിപ്പിച്ച ആദരവും ബഹുമാനവും കണ്ടപ്പോൾ ഉർവശിക്ക് നിരാശയാണ് ഉണ്ടായത്. എങ്കിലും അവൾ അത് പ്രകടിപ്പിച്ചില്ല. അവൾ പറഞ്ഞു, ഭവാന്റെ ഗുണഗണങ്ങൾ കേട്ട നാൾ മുതൽ എൻ്റെ മനസ്സ് അങ്ങയിൽ ആസക്തമാണ്. ഇന്ദ്രസദത്തിൽ വെച്ച് ഞാൻ നൃത്തം ചെയ്യുമ്പോൾ ഭവാൻ എന്നെ ഉറ്റുനോക്കുന്നത് ഞാൻ കണ്ടു. ഭവാൻ എന്നെ പ്രാപിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉറ്റുനോക്കിയതെന്ന് ഞാൻ അറിയുന്നു. ഞാനും വളരെ നാളായി അങ്ങയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു കഴിയുകയാണ്. ഇത് കേട്ട ഉടനെ അർജുനൻ തൻ്റെ കാതുകൾ രണ്ട് കൈയും കൊണ്ടും പൊത്തി മുഖം തിരിച്ചു കളഞ്ഞു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് കേൾക്കുവാൻ പാടില്ലാത്ത വാക്കുകളാണ് ഭൗതി പറയുന്നത്. ഭൗതി എനിക്ക് കുന്തിദേവിയെ പോലെയാണ്. ഞാൻ ഭൗതിയെ നൃത്തസദസ്സിൽ വെച്ചുറ്റു നോക്കിയത് ശരിയാണ്. ഭൗതി പുരൂരവസിൻ്റെ ഇഷ്ടതാരങ്ങളായിരുന്നുവല്ലോ. അങ്ങനെ എൻ്റെ പൂർവവംശമായ പൗരവംശത്തിൻ്റെ ജനനിയല്ലേ. അതോർത്തുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ ഭൗതിയെ നിർനിമേഷനായി നോക്കിയത്. എൻ്റെ വംശവർദ്ധിനി എന്ന നിലയിലുള്ള ആദരവാണ് എനിക്ക് ഭൗതിയോടുള്ളത്. എനിക്ക് ഗുരുവിനേക്കാൾ ബഹുമാനിയാണ് ഭൗതി. ഉർവശി, അപ്സരസ്സുകളായ ഞങ്ങൾ സ്വേച്ഛാചാരിണികളാണ്. തപശക്തി കൊണ്ട് സ്വർഗം പ്രാപിച്ച പുരുവംശ പുത്രന്മാർ എന്നെ മാതാവായിട്ട് കരുതുന്നില്ല. അതുകൊണ്ട് ഭവാൻ എന്നെ മാതാവായി കരുതുന്നതിൽ ഒരു യുക്തിയുമില്ല. കാമപരവശയായി ഭവാനെ സമീപിച്ച് എന്നെ ഉപേക്ഷിക്കരുത്. എന്നെ സ്വീകരിക്കുക. അർജുനൻ, ഭൗതിയോട് ഞാൻ വീണ്ടും പറയുന്നു, ഭൗതിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഉള്ളത് എന്ന്. ഞാനിതാ ഭൗതിയുടെ കാൽക്കൽ നമിക്കുന്നു. അമ്മേ, എന്നെ പുത്രനെ പോലെ കരുതിയാലും. അർജുനൻ ഇപ്രകാരം ദൃഢമായി പറഞ്ഞപ്പോൾ ഉർവശി കെട്ടിപ്പടുത്ത മദനമോഹന സാമ്രാജ്യം തകർന്നു. അവൾക്ക് കടുത്ത ഇച്ഛാഭംഗമുണ്ടായി. അവൾ കോപകലുഷിതയായി പാർത്ഥനെ ശപിച്ചു. ഈ അർജുന, നീ ആണത്തമില്ലാത്തവനാണ് എന്ന് പരക്കെ അറിയത്തക്കവണ്ണം ഷണ്ടനാകട്ടെ. മാനം വെടിഞ്ഞ് സ്ത്രീജനമധ്യത്തിൽ ആടിപ്പാടി നടക്കുന്നവനായി തീരട്ടെ. ഉർവശി ക്രുദ്ധയായി അർജുനന്റെ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അർജുനൻ വിഷണ്ണനായി. അടുത്ത ദിവസം ചിത്രസേനൻ മുഖേന ദേവേന്ദ്രൻ ഈ വിവരം അറിഞ്ഞു. അദ്ദേഹം അർജുനനെ വിളിച്ചു പറഞ്ഞു, അർജുന, നീ ക്ഷമയിലും ആത്മനിയന്ത്രണത്തിലും മഹർഷിമാരെ കൂടി വിജയിച്ചിരിക്കുന്നു. ഉർവശി നിനക്ക് തന്ന ശാപം നിനക്ക് ഉപകാരമായി തീരും. 13ാമത്തെ വർഷത്തിലെ അജ്ഞാതവാസക്കാലത്ത് ആണത്തമില്ലാത്തവനായി നർത്തക വേഷത്തിൽ നീ 1 വർഷം വസിച്ചു കൊള്ളുക. നിന്നെ ആരും കണ്ടുപിടിക്കുകയില്ല. അത് കഴിഞ്ഞാൽ നിനക്ക് പുരുഷത്വം വീണ്ടും ലഭിക്കും. ഇത് കേട്ട് പാർത്ഥൻ വളരെ സന്തോഷിച്ചു. ശാപത്തെപ്പറ്റി പിന്നീട് ചിന്തിച്ചതേയില്ല.
അവൻ 5 വർഷം സ്വർഗത്തിൽ പാർത്തു. ഒരു ദിവസം ലോമശ മഹർഷി ദേവേന്ദ്രനെ കാണാൻ അമരാവതിയിലെത്തി. ഇന്ദ്രസിംഹാസനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന അർജുനനെ കണ്ടപ്പോൾ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, അങ്ങ് ആശ്ചര്യപ്പെടേണ്ട, അങ്ങയുടെ സംശയം ഞാൻ തീർത്തു തരാം. ഇവൻ മർത്യനല്ല, ഇപ്പോൾ മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നു എന്ന് മാത്രം. പുരാണ മുനീശ്വരന്മാരായ നരനാരായണന്മാരാണ് കൃഷ്ണനും അർജുനനും. ഇവൻ എന്നിൽ നിന്ന് അസ്ത്രങ്ങൾ സമ്പാദിക്കാൻ ഇവിടെ എത്തിയതാണ്. ഇവൻ നിവാത കവചന്മാരെ അവരുടെ അനുയായികളോടൊപ്പം കൊല്ലുവാൻ ശക്തനാണ്. അവരെ സംഹരിച്ചു കഴിഞ്ഞാൽ ഈ വീരൻ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും. ഭവാൻ കാമികവനത്തിൽ പോയി യുധിഷ്ഠിരനെ കാണണം. അർജുനൻ ഇവിടെ എന്നോടൊപ്പം സസുഖം പാർക്കുന്നുവെന്നും അധികം താമസിയാതെ അവിടെ എത്തുമെന്നുമുള്ള വിവരം അദ്ദേഹത്തെ അറിയിക്കണം. യുധിഷ്ഠിരനും സഹോദരന്മാരും പാഞ്ചാലിയോടൊപ്പം പുണ്യതീർത്ഥങ്ങളെല്ലാം സന്ദർശിക്കണമെന്നും അറിയിക്കുക. അവരുടെ തീർത്ഥാടന കാലത്തെ ഭവാൻ അവരെ രക്ഷിക്കുകയും വേണം. അപ്രകാരം ആവാമെന്ന് സമ്മതിച്ച് ലോമശ മഹർഷി കാമിക അരണ്യത്തിലേക്ക് പോയി. ഇനി നിവാത കവച കാലകേയ വധം. മഹർഷി പോയി കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ അർജുനനോട് പറഞ്ഞു, നിവാത കവചന്മാർ കാലകേയന്മാരോടുകൂടി ചേർന്ന് ഇന്ദ്രലോകം ആക്രമിക്കാറുണ്ട്. നീ പോയി അവരെ നശിപ്പിക്കണം. നിനക്ക് അതിനുള്ള കഴിവുണ്ട്. അർജുനൻ ഇന്ദ്രന്റെ നിയോഗപ്രകാരം നിവാത കവചന്മാരെയും കാലകേയന്മാരെയും കൊല്ലുവാനായി ദേവേന്ദ്ര തേരാളിയായ മാതലി തെളിച്ച രഥത്തിൽ കയറിപ്പോയി. കശ്യപ പ്രജാപതിക്ക് ദിതി എന്ന ഭാര്യയിൽ ജനിച്ച സന്തതികളുടെ വംശപരമ്പരയാണ് നിവാത കവചന്മാർ. അദ്ദേഹത്തിന് തന്നെ ദക്ഷപുത്രിയായ കാളിക, അതായത് കാലയിൽ ജനിച്ച സന്തതികളുടെ വംശപരമ്പരയാണ് കാലകേയന്മാർ. നിവാത കവചന്മാർ മണിമതി എന്ന നഗരിയിലും കാലകേയന്മാർ അതിന് സമീപമുള്ള ഹിരണ്യപുരം എന്ന നഗരിയിലുമാണ് പാർത്തിരിക്കുന്നത്. അർജുനൻ ആ 2 നഗരിയിലും പോയി അസുരന്മാരെ എതിർത്തു. മായായുദ്ധത്തിൽ നിപുണരായിരുന്നവർ പലവിധത്തിലുള്ള മായാപ്രയോഗങ്ങൾ നടത്തിയെങ്കിലും അസാമാന്യ പാടവത്തോടു കൂടിയുള്ള അസ്ത്രപ്രയോഗം കൊണ്ട് അർജുനൻ അവരെയെല്ലാം കൊന്നൊടുക്കി വിജയശ്രീലാളിതനായി പുരന്തര സന്നിധിയിൽ എത്തി. അർജുനന്റെ പരാക്രമങ്ങളെ പറ്റി മാതലി ഇന്ദ്രനെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഇന്ദ്രൻ പരമസംതൃപ്തനായി. അതിനുശേഷം ഒരു ദിവസം ദേവേന്ദ്രൻ അർജുനന് ദിവ്യമായ ഒരു കവചം, പൊന്മയമായ കിരീടം, രത്നഖചിതമായ മാല, ദേവദത്തം എന്ന ശംഖ്, ദിവ്യവസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു, അർജുന, നീ 5 വർഷമായി ഇവിടെ താമസിക്കുന്നു. സർവ്വ ദിവ്യാസ്ത്രങ്ങളും നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നിന്റെ സഹോദരന്മാർ നിന്നെ സ്മരിക്കുന്നു. നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുക. അർജുനൻ സഹോദരന്മാരുടെ അടുക്കലേക്ക് പോകാൻ തയ്യാറായി. ഇനി നളചരിതം എന്ന അധ്യായമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.